ഹലോ ഹലോ ഇങ്ങോട്ട് വരൂ. ദിനേശ് മാഷാണ് ഒരു ഗവൺമെന്റ് എൽ പി സ്കൂൾ. അതെ, നമ്മളെ സ്കൂളിലേക്ക് കുറച്ച് കുട്ടികളെ കാണാം. ഇവിടെ ഒരു കുട്ടി ഉണ്ടല്ലോ, നിങ്ങളിപ്പോ പ്രൈവറ്റ് സ്കൂളിലാണ് ചേർത്തത്. നമ്മളെ സ്കൂളിലേക്ക് ചേർത്താണെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് നല്ലൊരു കാര്യമാണ്. നമ്മളെ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താൽ എന്താ അഭിപ്രായം? മാഷേ, അത് ഓള് നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ ഇനി അവിടുന്ന് വെട്ടിച്ചേർത്താ അവളെ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് അറിയില്ല. പിന്നെ നിങ്ങളെ ഗവൺമെന്റ് സ്കൂള് കഴിഞ്ഞ വർഷം കണ്ടില്ല, ഒക്കെ ബിൽഡിംഗ് ഒക്കെ മഴയത്ത് പൊളിഞ്ഞു വീണത്. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് ഇതുള്ള ഇതല്ലേ, സുരക്ഷിതല്ലേ അവിടെ. അതൊക്കെ പണ്ടത്തെ കാര്യല്ലേ, ഇപ്പൊ എല്ലാം ഹൈടെക് ആക്കല്ല. ഹൈടെക് പഠനം, ബിൽഡിങ്, എല്ലാ കാര്യങ്ങളും ഹൈടെക് ആക്കാൻ പോകും. ഇത് ഞങ്ങളെ വക കുട്ടിക്ക് കൊടുക്കാം. ഡ്രോയിങ്ങിന്റെ ആണ്. ഇതേപോലെ പല സൗകര്യങ്ങളും കുട്ടികൾക്ക് കിട്ടും. പഠിക്കാനുള്ള പല കാര്യങ്ങളും ഫ്രീ ആണ്. നല്ല വിദ്യാഭ്യാസം. അപ്പോ അവിടേക്ക് ചേർത്താൽ കുട്ടി. മാഷ് ഇങ്ങനെ വന്ന് വിളിച്ചതല്ലേ, ഞാൻ പറയാ ഓളെ അച്ഛനും അമ്മനോട്. വെറുതെ പറഞ്ഞാ പോരാ, ഇപ്പൊ പഠിക്കുന്ന സ്കൂളിനെക്കാട്ടി ഹൈടെക് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കൂളിലേക്ക് ചേർക്കാമെന്ന് പറഞ്ഞു. എനിക്കറിയാ മാഷേ. ആ, മോളെ പുതിയ മാഷാണ്. നോക്കിന്നറിയാ. എന്റെ ക്ലാസ്സിലുള്ള ഋതുകേന്റെ അച്ഛനാണത്. മീറ്റിങ്ങിനൊക്കെ വരുമ്പോ ഞാൻ കാണുന്നുണ്ട്. അങ്കിളിനെ ശ്രദ്ധിച്ചില്ല? നല്ല മഴക്കാറ്. ഞാനേ പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ലേ. മാഷേ അവിടെ നിക്കി. മാഷേ കാര്യമുണ്ട്. മാഷ പോവല്ലേ, പറയട്ടെ, അവിടെ നിക്കി. മാഷേ നല്ല കഥ. അവനാന്റെ മക്കളെ പ്രൈവറ്റ് സ്കൂളിൽ ചേർത്തിങ്ങാണ്ട് മറ്റുള്ള മക്കളെ ഹൈടെക്കാന്ന് പറഞ്ഞു വന്നിക്കപ്പോ.